ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളിതാ ജൂലൈ 25 ഇന്ന് ഞങ്ങളെ നൃത്താരങ്ങേറ്റമാണ്. നോബല നൃത്ത കലാലയത്തിൻ്റെ നൃത്താരങ്ങേറ്റമാണ്. മുതിർശ്ശിയിലെ കുട്ടികളുടെ നൃത്താരങ്ങേറ്റമാണ്. അവിടുന്ന് 6 കുട്ടികളാണ്. അപ്പം ഞങ്ങളവിടുന്ന് രാവിലെ 9 മണിക്ക് 9 മണിക്ക് മേക്കപ്പ് ഞങ്ങൾ തുടങ്ങി. രാമകൃഷ്ണ ലോഡ്ജിലാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ മേക്കപ്പിൽ തലേദിവസം തന്നെ വന്നിരുന്നു. അവർക്ക് ഇവിടെ പ്രോഗ്രാം വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ രാവിലെ വന്നാൽ കിട്ടില്ല. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 9 മണിക്ക് ഇവിടെ എത്തി. ഇതാ അപ്പോൾ മേക്കപ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സപ്തക്കുട്ടീനെയാണ്. മണി തേലക്കാടാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകുതി കുറേയൊക്കെ ആയി, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടാണ് വന്നിരുന്നത്. അവരോട് സെപ്പറേറ്റ് വരാൻ പറഞ്ഞിരുന്നു. അപ്പം മുതിർശ്ശിയിലത്തെ അവർ തന്നെ വലിയൊരു വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ റൂമിലേക്ക് എത്തിയത്. അടുത്തതായി ഇതാ നമ്മുടെ അന്യ കുട്ടിയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ രാവിലെ നല്ല എൻജോയിൽ തന്നെ വന്നു. നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഷ്നക്കുട്ടീനെയാണ്. ആഷ്നക്കുട്ടിയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഷ്നക്കുട്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അല്ലേ ആഷ്നക്കുട്ടി? ഹായ്. ആഷ്നക്കുട്ടി കുറേ ഓരോ പ്രശ്നം കാരണം ക്ലാസ് മിസ്സായിട്ടേ. അതാ ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്തിക. നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് അവന്തിക. അവളെ തന്നെയാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നത് മണി തേലക്കാടാണ്. മണി തേലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളെ സുന്ദരിമാരാക്കി സ്റ്റേജുകളിൽ എത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ അവരുടെ വൈഫും നല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. തേലക്കാട് മണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും എല്ലാം വാരിക്കൂട്ടിയിട്ടുണ്ട്. ഇതാ അടുത്തതായി സപ്തന്നെയാണ്. സപ്തയ്ക്ക് മുടി വെച്ച് കൊടുക്കുകയാണ്. ഫേസിൽ കഴിഞ്ഞു. എന്താ പറയുക, മറ്റേ ഓർണമെൻറ്റ്സൊക്കെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഡ്രസ്സിങ്ങിന് നമ്മൾ വിളിച്ചിരിക്കുന്നത് നമ്മൾ ദിനേശ് മഞ്ചേരിയാണ് അന്യയ്ക്ക് മുടി കെട്ടി കൊടുക്കുന്നത്. അവരുടെ ഡ്രസ്സ് തന്നെയായിരുന്നു. അങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ എന്തായാലും. പിന്നെ അതുപോലെ അവരുടെ കൂടെ വന്നിട്ടുള്ളത് ഇതും മണിക്കുട്ടനാണ് കേട്ടോ. മണിക്കുട്ടൻ എന്തായാലും വീണ്ടും ഈ മേക്കപ്പിലേക്ക് തന്നെ വന്നു. അടുത്തത് ശിഖമോളാണ്. ശിഖമോള് അന്വയ കുട്ടിക്ക് ഇപ്പോൾ മുടി നേരേക്ക് കൊടുക്കുന്നത് മുനീർ മഞ്ചേരിയാണ്. നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞ് നല്ല പൊന്തിച്ച് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ കേട്ടോ. നല്ല ഞങ്ങളെ ചീത്തൊന്നും പറയാത്ത മേക്കപ്പുകാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ദിനേശാണ്. ദിനേശിൻ്റെ ഡ്രസ്സാണ് ഞങ്ങൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. ഇത് ശിഖമോൾക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാട്ടോ. ശിഖമോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് അരങ്ങേറ്റം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അരങ്ങേറ്റം ചെയ്യാൻ തന്നെ തീരുമാനിച്ച്. ഓക്കെ. അപ്പോൾ ഇതാ ആഷ്നക്കുട്ടിയുടെ കണ്ണും പുരികനൊക്കെ എഴുതാൻ നോക്കുന്നു. ആഷ്നക്കുട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉള്ള പോലെ. എന്താ ആഷ്നക്കുട്ടി, എന്താ പ്രശ്നം? അങ്ങനെ കണ്ണെഴുതാൻ പോകുന്നു. ആഷ്നക്കുട്ടി പറഞ്ഞ പോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ക്ലാസ് മിസ്സായിരുന്നു ആഷ്നക്കുട്ടിയുടെ. അങ്ങനെ അവൾ സ്വന്തം ഹാർഡ് വർക്ക് ചെയ്തൊക്കെ പഠിച്ചെടുത്തു. ഇത് നമ്മളെ കൃഷ്ണവേണിയാണ്. കൃഷ്ണവേണി എരവിമംഗലം. കൃഷ്ണവേണി പറഞ്ഞ പോലെ കൃഷ്ണവേണിക്കും ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് പ്രാക്ടീസ്. ഒരു ഐറ്റം പെട്ടെന്ന് പഠിച്ചെടുത്താണ് നമ്മൾ സ്റ്റേജിൽ കയറാൻ പോകുന്നത്. ക്ലാസ് എല്ലാ ഞായറാഴ്ചയും വയ്ക്കുമ്പോൾ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഞായറാഴ്ചകളിലൊന്നും അങ്ങനെ സ്ഥിരം ക്ലാസ്സിന് അങ്ങനെ വരാൻ പറ്റാറില്ല. അങ്ങനെ കുറേ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. അതിൻ്റെ ഒരു അപാകത ഉണ്ടോ എന്നുള്ള പേടി നല്ലോണ്ട്. അവർ പ്രാക്ടീസ് ചെയ്തൊന്നും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് പ്രശ്നമില്ല. നമുക്കാണ് ടെൻഷൻ. അങ്ങനെ കൃഷ്ണവേണി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ സമയം കുറച്ചായി. നമ്മൾ എത്ര നേരത്തെ ഒരുങ്ങിയാലും ആ സമയത്തൊരു കടി പിടിച്ചിട്ട് ഭയങ്കര വെപ്രാളായിരിക്കും. അടുത്ത ഇതാ ആര്യക്കുട്ടിക്ക് കമ്മലിട്ട് കൊടുക്കുകയാണ്. വേദന ഉണ്ടാവും. കമ്മലിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, സാരമില്ല.
നമ്മൾ അത്രയും ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ വന്ന് കളിക്കാനും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമുക്ക് ഒരുപാട് ഫേമസായ ആളുകൾ ചവിട്ടിയ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചവിട്ടാൻ കഴിയുക എന്ന് പറഞ്ഞ മഹാ ഒരു ഭാഗ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമുക്കൊരു ഗുരുദക്ഷിണ പോലെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമ്മൾ നിറഞ്ഞാടുക, എല്ലാം മറന്ന് വേദനകളൊക്കെ മറക്കുക. ഓക്കെ, അങ്ങനെ അവിടെ വേദനകളൊക്കെ മറക്കാൻ തീരുമാനിച്ചു. സ്ലൈഡ് കൂത്തുമ്പോൾ നല്ല വേദനയാണ്. ഈ മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കുക പറഞ്ഞാലേ, മേക്കപ്പ് ഡാൻസൊക്കെ കാണാൻ നല്ല രസമാണ്. ഒത്തിരി തെറ്റിയ ആളുകൾ കുറ്റം പറയും. പക്ഷേ ഇതൊക്കെ കെട്ടിയുണ്ടാക്കി എന്തോ വേദന സഹിച്ച്, ഇത് അത്യാവശ്യം നല്ല കനമുള്ള സംഭവമല്ലേ. അപ്പം അങ്ങനെ നല്ല വേദന ഉണ്ടാവും. എന്തായാലും ആ വേദനയൊക്കെ സഹിച്ച് ഞങ്ങൾ സ്റ്റേജിൽ കളിക്കാൻ പോവുകയാണ്. സുന്ദരി കുട്ടിയായി, നല്ല കണ്ണൊക്കെ എഴുതി, നല്ല ഭംഗി, നല്ല കുഞ്ഞ് കണ്ണാട്ടോ. പക്ഷെ അവളുടെ കണ്ണെഴുതിയപ്പോൾ എന്തൊരു ഭംഗിയുള്ള കണ്ണ് നോക്കി നോക്കൂ. ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴേ കണ്ണെഴുതിയതിനെ കാണണമെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ എഴുതണം, നല്ല ഭംഗിയിട്ടുള്ളൂ. അങ്ങനെ ആഷ്നക്കുട്ടി അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാവേ. ആര്യക്കുട്ടിക്ക് അമ്മ വാരി കൊടുക്കുന്നു. ആര്യക്കുട്ടിക്ക്, അതായത് ഞങ്ങളിപ്പോൾ 9 മണിക്ക് മേക്കപ്പ് തുടങ്ങി പറഞ്ഞില്ലേ, 2:45 പ്രോഗ്രാം കിട്ടിയില്ല ടൈം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കണം. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഡ്രസ്സ് ഇട്ടാലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്ത് ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർ വാരി കൊടുക്കുകയാണ്. അപ്പോൾ ആര്യയ്ക്ക് വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒരു ഓർമ്മയാണ്. ആര്യക്കുട്ടിക്ക് വാരി കൊടുക്കുന്നു അമ്മ. അങ്ങനെ ഇനിയിപ്പോൾ അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആര്യക്കുട്ടിയൊക്കെ വലുതാവുമ്പോൾ ജസ്റ്റ് ഒരു തമാശ മാത്രമാണ്. അവരൊക്കെ വലുതാവുമ്പോൾ അത് കാണിക്കുമ്പോൾ രസമല്ലേ. അങ്ങനെ ഇതാ ഡ്രസ്സിങ് തുടങ്ങി. ദിനേശ് മഞ്ചേരി ഡ്രസ്സിങ് തുടങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ബ്ലൗസും, നല്ലൊരു പ്രത്യേക തരം ഒരു കളറ്. അപ്പോൾ ഞങ്ങളിതാ എല്ലാം ഒരുങ്ങി ഇറങ്ങി ഞങ്ങളപ്പോൾ സ്റ്റേജിലേക്ക് കളിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ഞങ്ങളുടെ ഡാൻസ് ഗംഭീരമാക്കാൻ പ്രാർത്ഥിക്കണം. കൃഷ്ണ ഗുരുവായൂരപ്പ.